മറിമായം തടഞ്ഞു വെച്ചു. വോട്ട് ചെയ്യാതെ തന്നെ തടഞ്ഞു വെച്ചു. ഞാൻ യഥാർത്ഥ വോട്ടർ തന്നെയാണ്, എന്നെ ഇതിൽ കുറ്റപ്പെടുത്തി. യഥാർത്ഥ വോട്ടറല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇത്രയും സമയം കുട്ടിയെ ഇതിനകത്ത് തടഞ്ഞു വെക്കുകയായിരുന്നു. യഥാർത്ഥ വോട്ടറാണ്, കോളേജിൽ നിന്ന് ഉൾപ്പെടെ വിളിച്ച് ക്ലാരിഫൈ ചെയ്ത് മുഴുവൻ ID പ്രൂഫും കാണിച്ച് അവസാന നിമിഷം വരെ എന്താണ് പിന്നെ യഥാർത്ഥ വോട്ടറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് SFIയുടെ വാസ്തു. അതുപോലെ തന്നെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഫോട്ടോ മാറിയത് കൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ മുഴുവൻ മാധ്യമങ്ങളുടെ മുന്നിലും ഇത്ര പിന്നെ പരസ്യമായിട്ട് ID കാർഡ് ഉൾപ്പെടെ കാണിക്കാൻ ഈ വോട്ടർ യഥാർത്ഥ വോട്ടറാണ് എന്ന് മാധ്യമപ്രവർത്തകർ മുഴുവൻ ആളുകൾ മനസ്സിലാവും. ഇങ്ങനെ ഒരു വോട്ടറെയാണ്, ഒരു പെൺകുട്ടിയായ ഒരു വോട്ടറെയാണ് മണിക്കൂറുകളോളം ഇതിനകത്ത് SFIയുടെ വെറും ഒരു ആക്ഷേപം, ഒരു കള്ള വോട്ട് ആണ് എന്നുള്ള ഒരു കേവലമായ ആക്ഷേപം അടിസ്ഥാനപരമായി ഈ പിന്നെ കുട്ടി ആരാണെന്നോ ഇവരുടെ ചലഞ്ച് പോലില്ല, വെറുതെ പറയാണ് എന്നാണ് ഇത് യഥാർത്ഥ വോട്ടറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിസ്ഥാനമില്ലാതെ ഇത് ഉന്നയിച്ചുകൊണ്ട് MSFന്റെ UDSFന്റെ ജയിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അവസാനം കുട്ടിയുടെ വീട്ടിൽ നിന്ന് ID പ്രൂഫ് ഉൾപ്പെടെ കോളേജിൽ ഉൾപ്പെടെ കോൺടാക്ട് ചെയ്തതിനു ശേഷം ടീച്ചേഴ്സ് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ കുട്ടിയെ വോട്ട് ചെയ്ത സംവിധാനമുണ്ട്. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ കോളേജിലെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട UUCക്കാണ് ഇങ്ങനെ ഒരു പിന്നെ ഒരു സാഹചര്യം ഇവിടെ നേരിടേണ്ടി വന്നത്. അത് ഇത്രയും ധൈര്യമായിട്ട് നിങ്ങളുടെ മുഴുവൻ മാധ്യമങ്ങൾ, ഈ സംസ്ഥാനത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെ മുന്നിലാണ് കുട്ടി പറയുന്നത് ഞാൻ യഥാർത്ഥ വോട്ടറാണ്, മണിക്കൂറുകളോളം എന്നെ തടസ്സപ്പെടുത്തി എന്ന് പറയുന്നത്. ബാക്കി കുട്ടി പറയും. വീട്ടിലേക്കും കോളേജിലേക്കെല്ലാം ടീച്ചർക്ക് എല്ലാവർക്കും വിളിച്ചതിന് ശേഷം എല്ലാം അറിഞ്ഞതിന് ശേഷം വോട്ട് ചെയ്യിപ്പിച്ചു. ഒരാളുടെ വോട്ട് നിഷേധിക്കുന്നതിനാണ് ഇപ്രാവശ്യം UDSF കണ്ണൂർ യൂണിവേഴ്സിറ്റി ചരിത്രപരമായ മുന്നേറ്റം ഉണ്ടാക്കുകയെന്ന് ഉറപ്പാണ്. അത് തടയാൻ അവസാന നിമിഷം വരെ ഇത് കാസർഗോഡ് ജില്ലയിലെ UDSFന്റെ MSFന്റെയും KSUവിന്റെയും തെരഞ്ഞെടുക്കപ്പെട്ട UUCമാരുടെ വീട്ടിൽ പോവുക, അവരുടെ ഭീഷണിപ്പെടുത്തുക. ഇപ്പോഴും UDSFന്റെ പാനൽ ജയിച്ച ഒരു UUC ഇവിടെ വന്നില്ല. CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെ അവരുടെ വീടുകളിൽ പോയിട്ട് സമ്മർദ്ദം ചെലുത്തുക, സ്ഥാനാർത്ഥികൾ UUCമാരെ വരാതാക്കുക. അതിൻ്റെ ഉൾപ്പെടെ ഏറ്റവും അവസാനമായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഒരു കോളേജ് കാസർഗോഡ് റഹ്മാനിയ കോളേജ് എന്ന് പറയുന്നത് ഒരു UUC വന്നില്ല. അവസാന നിമിഷം വരെ പിന്നെ ആ കുട്ടി അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു. അപ്പോൾ അതിന് സമാനമായിട്ട് മറ്റൊരു തരത്തിലും ഒരു MSFന്റെയും UDSFന്റെയും സാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്.